തന്നിഷ്ടക്കാർക്ക് വേണ്ടി എന്തും ചെയ്യുന്ന മുഖ്യമന്ത്രി, ഏകാധിപത്യത്തിൻ്റെ സ്വരമുള്ള മുഖ്യമന്ത്രി, ധാർഷ്ട്യമുള്ള മുഖ്യമന്ത്രി, വ്യക്തിപൂജ പാടില്ല എന്ന് പറഞ്ഞ് വ്യക്തിപൂജയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്ന മുഖ്യമന്ത്രി, അങ്ങനെ പല വിശേഷണങ്ങളാണ് മുഖ്യന് എതിരെയുള്ളത്. തൻ്റെ മകൾ പോലും പല ആരോപണങ്ങൾക്ക് വിധേയമായി നിൽക്കുമ്പോഴും ഒരക്ഷരം പോലും മറുപടി പറയാതെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിന്ന് ഒളിച്ചോടുകയാണ് എന്നും, അല്ലെങ്കിൽ മറുപടി പറയാതെ ചിരിച്ചു തള്ളുന്ന തരത്തിലേക്കുള്ള തന്ത്രപരമായ നീക്കമാണ് മുഖ്യമന്ത്രിയെ പയറ്റുന്നതെന്നും പ്രതിപക്ഷം ഉന്നയിക്കുമ്പോഴും നിശബ്ദത തന്നെയാണ് അദ്ദേഹത്തിനുള്ളത്. അങ്ങനെ ആരോപണങ്ങൾക്ക് മുകളിൽ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ കണ്ണൂർ ലോബി എന്ന കുറ്റപ്പേരിൽ മുൻപോട്ട് വെക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രധാന പോസ്റ്റിലേക്ക് അദ്ദേഹത്തിൻ്റെ ഇഷ്ടക്കാരനെ കൊണ്ടുവന്നു എന്ന വിവാദം ഉയരുകയാണ്. എന്നാൽ അതേ കണ്ണൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് അങ്ങനെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യമുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഈ രാഷ്ട്രീയ വളർച്ചയിൽ പലതരത്തിലുള്ള പടലപ്പിണക്കങ്ങൾ ഇടതുപക്ഷത്തിൽ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായും അദ്ദേഹത്തിന് തന്നെ ജില്ലയായ കണ്ണൂരിൽ. അവിടെ പി ജയരാജൻ അടക്കമുള്ള പല നേതാക്കന്മാർക്കും പിണറായി വിജയൻ്റെ രീതികളോടും നയങ്ങളോടും വലിയ രീതിയിലുള്ള എതിർപ്പുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് പാർട്ടിക്കുള്ളിലെ സ്വാധീനത്തെ മനസ്സിലാക്കി നിശബ്ദത പാലിക്കുന്ന ഒരു രീതിയും നയവും ഇപ്പോൾ പി ജയരാജനുണ്ട്. എന്നാൽ കണ്ണൂർ ജില്ലയിലേക്ക് വരുമ്പോൾ അത്ര എളുപ്പത്തിൽ പി ജയരാജനെ വെട്ടിക്കൊണ്ടൊരു തീരുമാനമെടുക്കുവാൻ പിണറായിക്ക് കഴിയില്ല. കേന്ദ്ര കമ്മിറ്റിയിലും സംസ്ഥാന കമ്മിറ്റിയിലും ഒക്കെ പ്രാധാന്യത്തോടു കൂടി എത്തേണ്ട നേതാവിനെ ഖാദി ബോർഡിലേക്ക് ഒതുക്കിയ തരത്തിലേക്കുള്ള വാദങ്ങളൊക്കെ കോൺഗ്രസ് അടക്കം ഇടതുപക്ഷത്തിൽ നിന്ന് പോലും തന്നെ ഉയരുന്ന സാഹചര്യങ്ങളുള്ളപ്പോൾ കണ്ണൂരിൽ ഇപ്പോഴും പി ജയരാജന് വലിയ സ്വാധീനമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഏറ്റവും ഒടുവിലെടുത്തൊരു തീരുമാനത്തിൽ ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകേണ്ടി വന്നു. കെ രാജേഷ് എന്ന മുഖ്യന്റെ വലങ്കൈ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയതോടെ പകരം ആരാകും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആവുക എന്നതിൽ ആകാംക്ഷ ഉയർന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ താല്പര്യം പരിഗണിച്ചാകും ഇക്കാര്യത്തിൽ പാർട്ടി തീരുമാനം. കണ്ണൂരിൽ നിന്നുള്ള സി പി എം നേതാവോ അല്ല IAS ഉദ്യോഗസ്ഥർ ആരെങ്കിലും പ്രൈവറ്റ് സെക്രട്ടറി ആകുമോ എന്നതാണ് ഉറ്റുനോക്കപ്പെടുന്ന ഒന്ന്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് കെ രാഗേഷ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയത്. അതിനു മുമ്പ് 2 വർഷക്കാലത്തോളം മുൻ ഇൻകം ടാക്സ് കമ്മീഷണർ ആർ മോഹനനാണ് പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്നത്. എം വി ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയതോടെയാണ് ആർ മോഹനൻ പദവിയിലെത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കെ പാർട്ടി നേതാവിനെ തന്നെ ചുമതല ഏൽപ്പിക്കുമോ എന്നതിലാണ് ആകാംക്ഷ. പ്രധാന പദവികളിൽ കണ്ണൂരിൽ നിന്ന് നേതാക്കൾ മാത്രം എത്തുന്നു എന്ന വിമർശനം CPM സമ്മേളനത്തിൽ ഉയർന്നിരുന്നു. ഇത് കണക്കിലെടുത്ത് കണ്ണൂരിന് പുറത്തുള്ള നേതാവിനെ പരിഗണിക്കുമോ എന്നതും കൗതുകരമായ ഒന്നാണ്. പദവിയിലേക്ക് ആരുടെയും പേര് ഇപ്പോൾ CPM വൃത്തങ്ങൾ പറയുന്നില്ല. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ എതിർപ്പ് അവഗണിച്ച് CP നാരായണനെ പാർട്ടി പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കിയിരുന്നു. എന്നാൽ പിണറായി വിജയൻ്റെ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ താല്പര്യത്തിന് അനുസരിച്ചാകും സംസ്ഥാന സെക്രട്ടറിയുടെ പോലും തീരുമാനമെന്ന സൂചനയാണ് CPM നേതാക്കൾ നൽകുന്നത്. പുത്തനത്ത് ദിനേശൻ ദേശാഭിമാനി ചീഫ് എഡിറ്റർ പദവിയിലേക്ക് മാറിയപ്പോൾ പകരം പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് എത്തിയത് പിണറായിയുടെ വിശ്വസ്തനായ P ശശിയാണെന്നതും ഇക്കാര്യത്തിൽ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഇനി ആരാകും മുഖ്യന്റെ അടുത്ത പ്രൈവറ്റ് സെക്രട്ടറി എന്ന ചോദ്യത്തിന് പ്രസക്തി ഏറെയാണ്.